കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന CJPയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇന്ന് വീണ്ടും നിർണായകമായ ഒരു ചർച്ച നടക്കും. വൈകിട്ട് 3:30-ക്കാണ് ചർച്ച. നമുക്കറിയാം, ഇന്നലെ നടന്ന ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ. അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ തങ്ങൾക്ക് നാളെ, അതായത് ഇന്ന് ഉച്ചവരെ സമയം വേണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇന്ന് 3:30-ക്ക് ചർച്ച നടത്താമെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ സർക്കാരിന്റെ നിലപാട് ഇന്ന് സമരക്കാരെ അറിയിക്കും. അതെന്താകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ രാജിവെച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല എന്നും പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും B. ബാലഗോപാൽ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ബാലഗോപാൽ, വീണ്ടും ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇന്നലെ 2 പ്രതിനിധികളാണ് CJPയെ പ്രതിനിധീകരിച്ച് 2 കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തിയത്. അതിനുശേഷം അവർ സമരക്കാരെ കാണുകയും തങ്ങളുടെ 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങളോട് പോസിറ്റീവ് നിലപാടെടുത്തിരിക്കുന്നു കേന്ദ്രമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ രാജിയാണ് ഇവിടെ ഒരു വലിയ പ്രതിബന്ധമായി നിൽക്കുന്നത്. ഈ ചർച്ചയുടെ ഒരു ഭാവി എന്താകാനാണ് സാധ്യത? ചർച്ചയിൽ മറ്റാരെങ്കിലും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദിവിഷേ. പാറ്റ പാർട്ടിയുടെ സമരം ഇന്നും ജന്തർ മന്ദറിൽ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് നിർണായകമായ ഒരു ചർച്ച വൈകിട്ട് 3:30-ന് ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 3 റൗണ്ട് ചർച്ച കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ്. കാരണം ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിലാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി ഇന്നലെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗിനെയുമാണ് ഇക്കാര്യം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളായ സൗരവ് ദാസും അശുതോഷ് റാങ്കയും അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിലുള്ള സർക്കാരിൻ്റെ തീരുമാനം ഇന്ന് അറിയിക്കാമെന്നായിരുന്നു കേന്ദ്രമന്ത്രിമാർ CJP നേതാക്കൾക്ക് നൽകിയിരുന്ന മറുപടി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് അറിയിക്കാൻ വേണ്ടി പോകുന്നതെന്നത് ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. തങ്ങൾ വിജയത്തിൻ്റെ തൊട്ട് അരികിലാണ് എന്നാണ് ഇന്നലെ അഭിജിത്ത് ദിപ്കെ പറഞ്ഞിരുന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പും ഇന്നലെ CJP നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഈ CJPയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് NDAയിൽ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 47 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ചർച്ചയിൽ ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രിമാർ CJP നേതാക്കളെ അറിയിക്കുവാനാണ് സാധ്യത. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന ഒരു നിലപാട് സർക്കാരിൽ ഒരു നല്ല വിഭാഗത്തിനുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം ഏതാണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാജ്യത്ത് പല മേഖലകളിലേക്കും ഇന്നലെ കൊൽക്കത്തയിലൊക്കെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധമായിരുന്നു. ശനി ഞായർ ദിവസങ്ങളാണ് ഇന്നും നാളെയും. അതുകൊണ്ട് തന്നെ ഈ സമരം കൂടുതൽ ശക്തമാകുവാനാണ് സാധ്യത. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്ന് CJP നേതാക്കളെ കേന്ദ്ര സർക്കാർ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും 3:30-ന് നടക്കുന്ന ചർച്ച കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും CJPയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എങ്കിൽ സമരം തുടരും, അത് കൂടുതൽ ശക്തമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനിടെ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ സമരം നേരിടുന്നതിനുള്ള ചില നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന സംവിധാനങ്ങൾ തടയാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഡൽഹിയിൽ ഇങ്ങനെ ഈ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഭക്ഷണങ്ങളും മറ്റും നൽകിക്കൊണ്ടിരുന്ന കഫേകൾ, ഹോട്ടലുകൾ എന്നിവയിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഈ ആരൊക്കെയാണ് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്നത് അവൻ്റെ വിശദാംശങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഫേകളോടും ഹോട്ടലുകളോടും ഭക്ഷണം നൽകുന്നത് നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഡൽഹി പോലീസ് നടത്തി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ശരി ബാലഗോപാൽ, തുടരുക. മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി വരാം. ഇതേ സമയമാണ് ഇന്നലെ രാത്രി വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട്, അതായത് അതിന് മുൻപത്തെ ദിവസമാണ് അദ്ദേഹം രാത്രിയിലാണ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തത്. 11 മണിക്ക് ശേഷം ഏകദേശം 100 മില്യണിലേറെ വ്യൂ ഒക്കെ വന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് നിർദ്ദേശങ്ങൾ നൽകിയവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്നലെ പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. ഹലോ ഫ്രണ്ട്സ് എന്ന അഭിസംബോധന ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കേന്ദ്രമന്ത്രിമാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ സജീവമാകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിനു കൂടി പിന്നാലെയാണ് രണ്ടാമത്തെ വീഡിയോയുമായി പ്രധാനമന്ത്രി തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. थैंक यू फ्रेंड्स। कल देर रात
आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। വീണ്ടും നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ ഇപ്പോൾ ബാലു ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഡൽഹിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ സേനയെ ഇറക്കുന്നു. അത് ഏതൊക്കെ വിധത്തിലാണ്? ഈ സമരത്തെ നേരിടാനുള്ള മാർഗങ്ങളാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ നിയന്ത്രണം പാലിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല. ബാലു, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫോഴ്സുകളാണ് ഇപ്പോൾ ഈ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് വിന്യസിക്കപ്പെടാൻ പോകുന്നത്? ഏതൊക്കെ ഫോഴ്സുകൾ എത്തിക്കഴിഞ്ഞു? എന്താണ് ആ നിലയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന നടപടികൾ? ദിവിഷെ, ഡൽഹിയിലെ കേന്ദ്രസേനാ വിന്യാസം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങളെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വ്യോമമാർഗം എത്തിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നക്സൽ വേട്ട അല്ലെങ്കിൽ ആൻറ്റി നക്സൽ മൂവ്മെൻറ്റ്, ആൻറ്റി മാവോയിസ്റ്റ് ആക്ഷനുകൾ പങ്കെടുത്തിരുന്ന ഈ സേനാ വിഭാഗങ്ങളെയാണ് ഡൽഹിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഒരു കമ്പനി കേന്ദ്രസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഭടന്മാരാണ്, 100 സേനാ വിഭാഗങ്ങളാണ് അതിൽ ഉണ്ടാകുന്നത്. അങ്ങനെ 10 കമ്പനി സേനാ വിഭാഗങ്ങളെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്തിക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഫലത്തിൽ 1000-ഓളം പേരെയാണ് അധികമായി ഇന്നും നാളെയുമൊക്കെയായി ഡൽഹിയിൽ വിന്യസിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാളിൽ നിന്ന് 20 കമ്പനി കേന്ദ്രസേന അംഗങ്ങളെ ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഡൽഹിയിൽ എത്തിച്ചിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ 10 കമ്പനി കൂടി അധികമായി ഡൽഹിയിൽ എത്തിക്കുന്നത്. അതായത് ഈ ആഴ്ച മാത്രം 30 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങളെയാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഡൽഹിയിൽ വിന്യസിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ 100 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങൾ, അതായത് CRPF-ൻ്റെതും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ITBP-യും ഉൾപ്പെടെയുള്ള കേന്ദ്രസേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള 100 കമ്പനി സേനാ വിഭാഗങ്ങൾ ഡൽഹിയിലുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ പുതുതായി എത്തുന്ന 10 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 8 വരെ മീററ്റിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആ ട്രെയിനിങ് സെഷൻ നീട്ടിവെക്കുവാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ RPF-ന് ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ RPF-കാരുടെ എണ്ണം, ഡൽഹിയിലുള്ള RPF-കാരെ അതുപോലെ നിലനിർത്തുവാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. CASF-നും ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. അത് ഈ നിലവിൽ മെട്രോയിലെ ഒക്കെ സുരക്ഷ CASF-നാണ്. ആ മെട്രോയുടെ സംവിധാനം അതാണ് ബാലു. ഈ മെട്രോ അടച്ചിടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുകയാണ്. അവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചപ്പോൾ അഭിഭാഷകർ കോടതിയോട് ഈ കാര്യം പറയുകയും കോടതി മെട്രോ തുറക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് സർക്കാർ നിലപാട്. ഇന്നും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതാണ്. അപ്പോൾ പൊതുവേ അവിടുത്തെ മറ്റ് ജനങ്ങളുടെ ജീവിതത്തെ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന നിയന്ത്രണങ്ങൾ ബാധിക്കുന്നുണ്ടോ? മറ്റെന്തൊക്കെ നിയന്ത്രണങ്ങളാണ് സർക്കാർ ഇപ്പോൾ എടുക്കുന്നത് ഈ സമരത്തെ ഒന്ന് പിടിച്ചുകെട്ടാൻ വേണ്ടി? ദിവിഷ, ഇന്നും മെട്രോ സർവീസുകൾക്കുള്ള തടസ്സം തുടരുന്നതാണ്. മെട്രോ സർവീസുകൾ 18 സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടച്ചിടും. അത് ഇന്നലെ തന്നെ DMRC അറിയിച്ചിട്ടുണ്ട്. 7:30 വരെയാണ് ഇപ്പോൾ നിലവിൽ മെട്രോ സർവീസുകൾ അതായത് എല്ലാ സ്റ്റേഷനുകളും തുറന്ന് പ്രവർത്തിക്കുന്നത്. 7:30 18 സ്റ്റേഷനുകൾ അടച്ചിടുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സെൻട്രൽ ഡൽഹിയിലെ ഭാഗമായിട്ടുള്ള 18 സ്റ്റേഷനുകളാണ് അടച്ചിടുന്നത്. ഈ സമരത്തിലേക്ക് കൂടുതൽ പേര് വരുന്നതൊക്കെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇൻ്റർനെറ്റ് സേവനം ഏറെക്കുറെ പൂർണ്ണമായും സെൻട്രൽ ഡൽഹിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ ക്യാബിനറ്റ് ബ്രീഫിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഒന്നും നെറ്റില്ല. പിന്നീട് PIB-യിൽ നിന്ന് വൈഫൈ സംവിധാനം നൽകിയാണ് നമുക്ക് വാർത്തയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. ഇൻ്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെടുകയാണ്. ആ ഇൻ്റർനെറ്റ് ബാൻ ഇപ്പോഴും തുടരുകയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെട്രോയ്ക്കും ഇൻ്റർനെറ്റിനും പുറമെ മദ്യക്കടകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സാധാരണ ഡൽഹിയിൽ മദ്യക്കടകളൊക്കെ രാത്രി 10 മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്നും നാളെയും മറ്റന്നാളും ഈ 8 മണിക്ക് ഇന്നും നാളെയും 8 മണിക്ക് മദ്യക്കടകൾ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ ക്രമസമാധാന കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ. ശരി ബാലു, ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ടല്ലോ. അതായത് പാറ്റകൾ എന്ന് വിളിച്ചത് യുവാക്കളെ അല്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുകയുണ്ടായി. വ്യാജ ഡിഗ്രിയുമായി പ്രാക്ടീസിനെത്തുന്ന അഭിഭാഷകരെയാണ് പാറ്റകളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് ശരിയുമാണ്. അന്നത്തെ ഒരു കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾക്കിടെ നിരന്തരം വരുന്ന ഈ ഹർജികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം വ്യാജ ഡിഗ്രികളുമൊക്കെയായി ബാർ കൗൺസിലിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ബാർ അസോസിയേഷനിലേക്ക് എത്തുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങളുമായി ബുദ്ധിമുട്ടിക്കുന്നത്. ഈ പാരസൈറ്റ്സ് എന്ന വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് അങ്ങനെയായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് വഴിമാറ്റപ്പെട്ടു, അത് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു എന്ന് അന്നേ അതിനുശേഷം തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആ ഒരു വിശദീകരണം നൽകുകയാണ്. അപ്പോൾ ബാലു, ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശത്തിൻ്റെ ചൂട് പിടിച്ചാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിറവിയും സർക്കാർ ഇങ്ങനെ വലിയ പ്രതിരോധത്തിലുമൊക്കെ ആകുന്നത്. അപ്പോൾ ഈ ഒരു വിശദീകരണം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ വിശദീകരണമായി വരുമ്പോൾ അതെങ്ങനെയാണ് ഈ സമരം ചെയ്യുന്നവർ തന്നെ സ്വീകരിക്കാൻ സാധ്യത അല്ലെങ്കിൽ പ്രതികരിക്കാൻ സാധ്യത? തീർച്ചയായും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശമാണ് ഈ കോക്രോച്ച് എന്നത്. ആ പരാമർശമാണ് പിന്നീട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഉദയത്തിനുമൊക്കെ കാരണമായത്. അതിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് നേരത്തെ ഈ കോക്രോച്ച് എന്ന് വിളിച്ചത്, പാറ്റകൾ എന്ന് വിളിച്ചത് ഈ രാജ്യത്തെ യുവാക്കളെയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. താൻ യുവാക്കളെ അല്ല ഇത്തരത്തിൽ ഈ പാറ്റകളെന്ന് വിളിച്ചത്, ഈ വ്യാജ ഡിഗ്രിയുമായി വരുന്ന അഭിഭാഷകർ അവരെയാണ് പാറ്റകളെന്ന് താൻ വിളിച്ചത്. അങ്ങനെ വ്യാജ ഡിഗ്രിയുമായി വരുന്ന അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്നവരെയാണ് താൻ പാറ്റകളെന്ന് വിളിച്ചതെന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നത് യുവാക്കളിൽ നിന്നാണ് എന്നതാണ്. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ ജുഡീഷ്യറിയിലൂടെ പ്രശ്നപരിഹാരത്തിന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കായി രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയും രാജ്യത്തെ കോടതികളുടെയും വാതിലുകൾ തുറന്നു കിടക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം നേരത്തെ വലിയ വിവാദമായതാണ്. അതിപ്പോഴും ആ വിവാദത്തിന്റെ തുടർച്ചയാണ്. CJPയും ഒക്കെ ഒരു സത്യവുമാണ്. എങ്ങനെയാണ് പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്, അത് ഏത് വിധത്തിലാണ് ആളുകളിലേക്ക് ചെല്ലുന്നതൊക്കെ വലിയ ചോദ്യമാണ്. ഇത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഈ വിഷയങ്ങളിൽ അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമ അല്ലെങ്കിൽ ഫേക്ക് ഡിഗ്രികളുമൊക്കെയായി എത്തുന്ന അഭിഭാഷകരെ ഉദ്ദേശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. അത് പിന്നീട് തന്നെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തതാണ്. പക്ഷേ അത് യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ആ വിധത്തിൽ ഇങ്ങനൊരു പുതിയ സംഘത്തിൻ്റെ പിറവിയുമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ വിധത്തിലാണ് ചർച്ചകൾ നടന്നിട്ടുണ്ടാകുക, നീക്കങ്ങൾ നടന്നിട്ടുണ്ടാകുക എന്നൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്.